ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. നിങ്ങളിപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്, 2 കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ലീഡർഷിപ്പാണ്, ഇത് സെക്കൻഡ് റിലീസ് എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. 1, 2 കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണാമല്ലോ അല്ലേ? നിങ്ങൾ സെലക്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ലീഡർഷിപ്പ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഇരിക്കട്ടെ. എന്താണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ? റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ളവർക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് 5 ഓഫ് സോർഡ്സ് ആണ്. King of Wands, Six of Cups, Death, Ace of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് വാൻഡ്സ് ആണ്. അഡ്വെഞ്ചർ, എക്സ്പീരിയൻസിങ്, ട്രാൻസ്ഫോർമേഷൻ, ന്യൂ വിഷൻ, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ്. ഒറക്കിൾ കാർഡ്സ് കൂടി എടുക്കാം, എന്നിട്ട് നമുക്ക് റീഡ് ചെയ്യാവേ. മൂവിങ് ഓൺ, ഹാർട്ട് ചക്ര, തേർഡ് ഐ ചക്ര, discontent and boredom, prosperity begins, stand your ground.
ബോട്ടം ഓഫ് ദി ഡെക്ക് ഹാർമണിയാണ്. ഇവിടെ പലർക്കും ഹാർമണി സംഭവിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഹാർമണി സംഭവിക്കുന്നു. ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു. സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ് പിന്നീട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഐശ്വര്യം വർദ്ധിക്കുന്നു, സമൃദ്ധി വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ്? 5 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ലീഡർഷിപ്പാണ്. അതായത് നിങ്ങൾക്കൊരു നേതൃത്വ സ്ഥാനം വേണം എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരുടെയും മുന്നിൽ നിന്ന് നയിക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് വേണം. നിങ്ങൾക്കൊരു നേതൃത്വ പാഠവ് ഉള്ളവരാണെന്ന് കാണുന്നു. അത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കാം. അതൊരു അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരും ആവാം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ നിങ്ങളുടെ ഈ കാർഡ് ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള കാർഡുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. 5 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാവരെയും തോൽപ്പിച്ച് നിങ്ങൾക്ക് ജയിക്കണം. നിങ്ങൾ ആരോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് ആര് സംസാരിക്കുന്നുവോ, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, അതാണ്. മനസ്സിലായില്ലേ? എവിടെയും നിങ്ങൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. നിങ്ങൾക്ക് തന്നെ ജയിക്കണം, നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ലീഡറാവണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് നല്ലൊരു ആഗ്രഹമാണ്, മോശമൊന്നും അല്ലല്ലോ. അത് നല്ലൊരാഗ്രഹമാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ അടുത്തതായിട്ട് കിങ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. വാൺസ് ഫയർ സൈനാണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെയും നിങ്ങളുടെ നേതൃത്വ പാഠവുമാണ് കാണുന്നത്. കാരണം ഇവിടെ സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല വിലയും നിലയുമൊക്കെ ഉണ്ട്. നിങ്ങൾ നല്ലതായിട്ട് സംസാരിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് ഒരു നേതൃത്വ പാഠവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്നുണ്ട്, നിങ്ങളെ നല്ല വ്യക്തിയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളുടെ അഡ്വൈസ് തേടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രഭാവം അവിടെ ആൾക്കൂട്ടത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസരം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഉള്ളിലൊരിത്തിരി ഈഗോ ഉണ്ട്. കാരണം മുൻപിൽ വന്ന് ചില ആൾക്കാരൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അതെന്താണ്? അത് നിങ്ങൾ അത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലായിടത്തോട്ടും നിങ്ങളുടെ ശ്രദ്ധ പോകുന്നില്ല. ചില ആൾക്കാരിൽ മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒന്നാണ് നിങ്ങളുടെ ശ്രദ്ധ എന്നിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ ലൈഫിലൊക്കെ നിങ്ങൾക്ക് നല്ല സക്സസ് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളതിൽ വിജയിച്ചിരിക്കും, നിങ്ങൾ ഒന്നാമതെത്തും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരു 1ാം സ്ഥാനം നിങ്ങൾക്ക് എവിടെയും ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തത് 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാം, ചിലപ്പോൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള പിണക്കമാകാം, എന്തൊക്കെയോ നിങ്ങൾ ചിലപ്പോൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന, സെപ്പറേഷനിലായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർ വളരെ കുറേ കാലം കൊണ്ട്, അല്ലെങ്കിൽ വളരെ കാലമായി നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണ് എങ്കിൽ അടുത്ത് തന്നെ ഏതാണ്ട് ഒരു 6 ദിവസം 6 ആഴ്ചകൾക്കകം തന്നെ നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കാം. അല്ല എങ്കിൽ നിങ്ങൾ കൂടിച്ചേരുന്നതാവാം. ആ പഴയ ശത്രുത മറന്നിട്ട് വീണ്ടും നിങ്ങൾ ഒന്നാവുന്നു, നിങ്ങൾക്കൊരു റീയൂണിയൻ നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുവഴി നിങ്ങൾ ഗിഫ്റ്റുകൾ കൈമാറുന്നതായും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി വീണ്ടും പഴയ ബന്ധത്തിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. പിന്നീട് ഡെത്ത് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഡെത്ത് എന്താണ് പറയുന്നത്? ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, വെല്ലുവിളികൾ, മറ്റുള്ളവരുടെ ആക്ഷേപകരമായ വാക്കുകൾ, ആക്ഷേപശരങ്ങൾ, ഒരുപാട് നിന്ദപൂർവമുള്ള പരിഹാസച്ചുവപ്പുണ്ട വാക്കുകൾ ഒക്കെയും നിങ്ങളിവിടെ അനുഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കൊരിക്കലും ഗതി പിടിക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും നീ നന്നാവില്ല എന്നൊക്കെ മറ്റുള്ളവരുടെ ശാപവാക്കുകൾ ഏറ്റിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരുടെയൊക്കെ എനർജി ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ നിന്നെല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം നല്ല ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് എത്രമാത്രം നിങ്ങളെ നിന്ദിച്ചോ അത്രമാത്രം നിങ്ങളെ വന്ദിക്കുന്ന ഒരു
അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു. നിന്ദിച്ചവർ തന്നെ നിങ്ങളെ വന്ദിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോർട്സ് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ എന്തൊക്കെയോ പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ബുദ്ധിപൂർവ്വമുള്ള ആ പ്രവർത്തനം നിങ്ങൾക്ക് വളരെ സക്സസ്സിലേക്കാണ് നീങ്ങാൻ പോകുന്നത് എന്നും ഇവിടെ കാണുന്നുണ്ട്. അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. എന്താണോ ഇപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നത്, ചിലപ്പോൾ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്കാവാം, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് യാത്രയാവാം, മറ്റ് നാടുകളിലേക്ക് പോവാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി നിങ്ങൾക്ക് അവിടെ ആയിട്ടുണ്ടാവാം, അതിനുവേണ്ടി നിങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതായോ അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുന്നതായിട്ടോ എന്തെങ്കിലും വളരെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ സമയം വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ കൈ കടത്തുന്നു, നിങ്ങൾ അതിനുവേണ്ടി ചിന്തിക്കുന്നു, കുറേ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരും. അത് നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പിന്നീട് ഇവിടെ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്, പലരും പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു എനർജിയുണ്ട്. ഈ പാസ്റ്റിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കാതെ നിങ്ങൾ മുന്നോട്ട് വരിക. എപ്പോഴും പാസ്റ്റിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്ന് നെഗറ്റീവായ എനർജി താങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് സഹിച്ചുകൊണ്ടിരുന്നാൽ, അതിനെ ചുറ്റും നിങ്ങൾ നിറച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണം. മുന്നോട്ട് എങ്ങനെ വരണമെന്ന ന്യൂ വിഷൻ, പുതിയ വീക്ഷണത്തിലൂടെ, പുതിയൊരു ചിന്താഗതിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരണം. അതാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും പുതിയ പുതിയ വീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് വരാൻ കഴിയും, പുതിയ മാറ്റങ്ങളിലേക്ക് വരാൻ കഴിയും. കാരണം ഇവിടെ ട്രാൻസ്ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ വളരെ നല്ല ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ പലർക്കും കണ്ടില്ലേ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്കിവിടെ മാറ്റത്തിനായിട്ട് ഉപകരിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു മാറ്റം നിങ്ങളെ ഒരുപാട് സന്തോഷത്തിലേക്ക് കൊണ്ടുവരും. എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഈ പഴയ മോശകരമായ അവസ്ഥകളുണ്ടല്ലോ, നിങ്ങളൊത്തിരി കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടല്ലോ ജീവിതത്തിൽ. അവിടെ നിങ്ങൾക്ക് ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയുള്ള ലൈഫാണ്, മാറ്റത്തിൻ്റേതായ സാഹചര്യമാണ് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ നല്ലൊരു വെളിച്ചത്തിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ്. ഒരു മാറ്റത്തിൻ്റേതായ കാലം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഒരു മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നു. ഒരു സമൃദ്ധിയിലേക്ക് വരാൻ പോകുന്നു. സമൃദ്ധി ഇല്ല എങ്കിൽ കൂടെ നല്ല ഒരു ചേഞ്ചിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു. ഒരു രൂപമാറ്റം നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ സാഹചര്യങ്ങളിലും വന്ന് കൂടാൻ പോകുന്നു, വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു താമസിയാതെ തന്നെ എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അഡ്വഞ്ചറാണ്. പല നിങ്ങൾക്ക് ഈ ഒരു മാറ്റം വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരുത്തണമെങ്കിൽ എന്താണ്, ചില അപകടകരമായ ചില സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ടും വരാം. പക്ഷെ അവിടെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ സാഹചര്യത്തെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐക്യം പ്രാപിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പല കാര്യങ്ങളിലും എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. നിങ്ങളിപ്പോൾ ഒരു പുതിയ വീക്ഷണം തിരഞ്ഞെടുത്തെന്നിരിക്കട്ടെ. എന്തിനു വേണ്ടിയാണ്? ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്നാമതെത്താൻ വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു ലൈഫിലേക്ക് മാറാൻ വേണ്ടിയും, നല്ലൊരു ജീവിത സാഹചര്യം കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ ജോബ് സ്വീകരിക്കുന്ന കാര്യത്തിലായാലും, പുതിയ യാത്രകളിലായാലും, എന്തിനു വേണ്ടി ആയാലും, ഏത് കാര്യത്തിലായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടോ? ഉറച്ചതായിട്ട് നിങ്ങൾക്കൊരു തീരുമാനം വന്നിട്ടുണ്ടോ? ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഏസ് ഓഫ് സോർട്സ് പറയുന്നത് എന്താണ്? ഒരു പുതിയ തീരുമാനത്തിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്ന ഒരു പുതിയ തീരുമാനം നിങ്ങൾ എന്തായാലും പലരും ഇവിടെ എടുത്തിട്ടുണ്ട്. അത് തീർച്ചയാണ്. എന്തിനോ വേണ്ടി, ഏത് കാര്യത്തിലായാലും അതിൽ നിങ്ങൾക്കതിന് മാറ്റം വരുത്തേണ്ട, ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിന്നോളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ അതുവഴി പലരും ഇവിടെ ഡിസ്കണ്ടൻ്റ് ആൻഡ് ബോർഡം പറഞ്ഞിട്ടുണ്ട്. വിരസതയും, ജീവിതത്തിലൊരു വിരസതയും അതുപോലെ തന്നെ വിരക്തിയും ബോറടിയും ഒക്കെ അനുഭവിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ട്. അതിവിടെ പറഞ്ഞല്ലോ നേരത്തെ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഇവിടെ മുൻപോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ച് പേർ അതിൽ തന്നെ, അത് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഡിസ്കണ്ടൻ്റ് ആൻഡ് ബോർഡം വന്നിരിക്കുന്നു. അതൃപ്തിയും
വിരസതയും അല്ലെങ്കിൽ ഒത്തിരി സങ്കടകരമായ അവസ്ഥകൾ ഒക്കെ അനുഭവിക്കുന്നു. മൂഡ് ഓഫ്, ഒന്നിനും ഒരു സന്തോഷമില്ലായ്മ, ഒരു പ്രസന്നതയില്ലായ്മ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിൽ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് മൂവിങ് ഓൺ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. തന്നെയുമല്ല, അങ്ങനെ പോകുമ്പോൾ ഇവിടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ വരണം, ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരണം. തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ എന്താണ്? തേർഡ് ഐ ചക്ര എന്ന് പറയുമ്പോൾ എന്താണ്? ഇരുപുരികങ്ങളുടെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പർപ്പിൾ കളറിലെ ചക്രയാണ് തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത്. ആജ്ഞാചക്ര എന്ന് മലയാളത്തിൽ പറയും. 7 ചക്രാസിൽ ആറാമതായി വരുന്ന ചക്രയാണ് തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത്. ഈ ചക്രയുടെ ആക്ടിവേഷനോടുകൂടി നിങ്ങൾക്ക് ലോകകാര്യങ്ങൾ അറിയാനും ഉൾവിളികൾ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യത കിട്ടുന്നു, അല്ലെങ്കിൽ ഒക്കെയുള്ള സാധ്യത കൂടി വരുന്നു, വർദ്ധിച്ചു വരുന്നു. ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണെങ്കിൽ ഹേർട്ട് ചക്ര 4ാമതായി വരുന്നതാണ്. ഹേർട്ട് ചക്ര പച്ച കളറിലെയാണ്. അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് ഹൃദയത്തിൽ നിറയെ സ്നേഹം ലഭിക്കാൻ, അങ്ങോട്ട് കൊടുക്കാനും പരസ്പര സ്നേഹം കൈമാറാനുള്ള എനർജി ഇവിടെ കണ്ടില്ലേ. 6 ഓഫ് കപ്സ്, പരസ്പര സ്നേഹം കൈമാറുകയാണ്. ഇവിടെ ഹാർമണി വന്നിരിക്കുന്നു, പരസ്പരം ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ വരുമ്പോൾ ഇവിടെ എന്താണ്? ഹാർമണി, ഐക്യത്തിലൂടെ, പരസ്പരം പാർട്ട്ണർഷിപ്പിലൂടെ, അത് ഏത് കാര്യങ്ങളിലായാലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും, നിങ്ങളുടെ ലൈഫിലെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലായാലും, നിങ്ങളുടെ ജോലി സാധ്യത അല്ലെങ്കിൽ ജോലിക്കാര്യങ്ങളിലായാലും, കമ്പനികളിലെ എന്ത് ജോലിക്കാര്യങ്ങളിലായാലും ആരെങ്കിലുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചേർന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകണോ, അവിടെ അത് അത്യാവശ്യമായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കിവിടെ വളരെയധികം സക്സസ് ആണെന്ന് കാണുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സോൾമേറ്റിനെ കണ്ടുമുട്ടുന്നു. അവർ ചിലപ്പോൾ പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അവർ തിരികെ വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ചിലർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത, അല്ല എങ്കിൽ പിരിഞ്ഞിരുന്നവർ തമ്മിൽ ജീവിതത്തിൽ ഒന്നിച്ചു ചേർന്ന് പഴയതിനേക്കാൾ സ്നേഹമായി മുന്നോട്ട് പോകുന്ന എനർജിയും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ് മൂവിങ് ഓൺ. കണ്ടില്ലേ? ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളിൽ നിന്ന് 6 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 6 ഡേയ്സ്, 6 വീക്സ്, ഇപ്പോൾ 6 ദിവസങ്ങൾ, 6 ആഴ്ചകൾക്കകം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അതാണ് പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്. ഐശ്വര്യം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നത്. എങ്ങനെയാണ്? ഇതുപോലെ കോംപ്രമൈസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോയാൽ ഐശ്വര്യം വർദ്ധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അതുപോലെ മൂവിങ് ഓൺ, പല കാര്യങ്ങളിൽ നിന്നും, പല തടസ്സങ്ങളെ മറികടന്ന് ഇവിടെ ഡെത്ത് വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ ന്യൂ വിഷൻ, ട്രാൻസ്ഫോർമേഷൻ, ഇതെല്ലാം പറയുന്നത് എന്താണ്? ഇവിടെ മൂവിങ് ഓൺ. എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നു. പല കാര്യങ്ങളിൽ നിന്നും, നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും, മോശകരമായ പല സാഹചര്യങ്ങളിൽ നിന്നും മുന്നോട്ട് പോയി നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. നല്ല ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ ലീഡർഷിപ്പാണ് സെലക്ട് ചെയ്തിരുന്നത്. നിങ്ങളുടെ ലൈഫിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് താമസിയാതെ തന്നെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ റീഡിംഗ്, ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. നമുക്കിനി രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തത് എന്താണ്? രണ്ടാമത്തെ ഇത് റിലീസാണ്. കണ്ടില്ലേ? റിലീസാണ് നിങ്ങൾ രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ്? റിലീസ്, എല്ലാത്തിനെയും തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഇവിടെയും കാണുന്നത്. നമുക്ക് നോക്കാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, എന്താണ് ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് എന്താണ്? ദ ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് മൂഡിലാണ് പലരും എന്ന് കാണുന്നു. ടെമ്പറൻസ്,
ഹാങ്ഡ് മാൻ. സെവൻ ഓഫ് പെൻറ്റക്കിൾസ്. The Sun. Going with the flow. Playfulness, patience, the rebel, sorrow. റിസപ്റ്റ് ലെറ്റിംഗ് ഗോയാണ് വന്നിരിക്കുന്നത്. ലെറ്റിംഗ് ഗോ ആണ് ഇവിടെ ടോപ്പ് വന്നിട്ട് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. ഇവിടെ പേഷ്യൻസ് വന്നിട്ടുണ്ട്. ഇൻഡ്യൂഷൻ വന്നിട്ടുണ്ട്. ഡിസപ്ഷൻ ആൻഡ് എൻവി. ഇമോഷണൽ വിത്ഡ്രോവൽ. ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്. പാഷൻ ഇഗ്നൈറ്റഡ് ആണ് വന്നിരിക്കുന്നത്. പലർക്കും ആവേശമാണ്, പല കാര്യങ്ങളും സാധിക്കുന്നതിനുള്ള ആവേശം. ഇവിടെ ടാരോ കാർഡിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് ദ ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ ലെറ്റിംഗ് ഗോ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ വിട്ടുകളയേണ്ടത്. ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും വിട്ടുകളയേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നു. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ്? ദ ഹെർമിറ്റ് മൂഡാണ്. ഹെർമിറ്റാണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സന്യാസി. സന്യാസഭാവത്തിൽ എന്തിനാണ് നിങ്ങളിരിക്കുന്നത്? അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളോടും മടുപ്പ് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരോട് കൂടെ ചേർന്ന് ഭൗതികപരമായ ചില സാഹചര്യങ്ങളിൽ നിന്നും സന്തോഷങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം വേണം എന്ന് തൽക്കാലത്തെ സമയം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം നിങ്ങളെല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് ചുറ്റുമുള്ള മോശകരമായ സാഹചര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ചില തടസ്സങ്ങളും പ്രതിസന്ധികളും ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുറ്റും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ചില മോശകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നും അല്ലെങ്കിൽ ചില മോശകരമായ ആൾക്കാരുടെ എനർജി ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ എനർജി. ഇവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹമാണ്. നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? റിലീസാണ്. അപ്പോൾ ഈ റിലീസിനോട് മാച്ചാവുന്ന കാർഡ്സാണ് കൂടുതലായി നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹെർമിറ്റാണ്. അപ്പോൾ റിലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണ്. നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള നല്ല ഒരു സന്തോഷകരമായ സാഹചര്യത്തിലേക്ക് പോകണം എന്ന് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഹെർമിറ്റ് മൂഡാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ടും സ്പിരിച്വലി കണക്റ്റ് ആവണം എന്നുള്ള ആഗ്രഹം. സ്പിരിച്വൽ വേയിലേക്ക് പോകാൻ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഭൗതികപരമായ കാര്യങ്ങളിൽ നിന്നും ഒരു വിടുതൽ വാങ്ങിയിട്ട് മറ്റ് ചില ഒരുപാട് ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. അവിടെ നിന്ന്
ഒരു മോചനം വേണം. ഒരുപാട് പേരെ നിങ്ങളിപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേരെ അല്ലെങ്കിൽ ഫോണിൽ നിന്ന് വാട്സപ്പ് ബ്ലോക്ക് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇതൊക്കെ പിക്ചേഴ്സൊക്കെ ഡിലീറ്റ് ചെയ്തിരിക്കാം. അങ്ങനെയൊക്കെ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് കളഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. ആരുമായിട്ടും എനിക്ക് ഇനി ഒരു ബന്ധം വേണ്ട, കാരണം എല്ലാവരെയും എനിക്ക് മനസ്സിലായി, കൂടെ നിന്ന് ചതിച്ച എനർജിയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അവരിൽ നിന്ന് ഒരു മോചനം വേണം. ഇവിടെ അത് തന്നെയാണ് റിലീസും അത് തന്നെയാണ്. അവരിൽ നിന്ന് ഒരു മോചനം വേണം എന്ന് കരുതി നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുടെ ഉൾവിളികളെ അനുസരിച്ച് തന്നെ നിങ്ങൾക്കൊരു ദൈവികമായ ഒരു ശക്തിയുണ്ട്, ദൈവികമായ ഒരു എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നിങ്ങൾ സെലക്ട് ചെയ്യാനും അതുവഴി മുന്നോട്ട് പോകാനും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ടെമ്പറൻസ് ആണ്. ഒരുപാട് പേർക്ക് ഇപ്പോൾ ക്ഷമ പരീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് നിങ്ങൾക്ക് ഒരു കാല് വെള്ളത്തിലായാലും ഒരു കാല് കരയിൽ വെച്ചായാലും നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് വരുത്തിയെടുക്കണം, അത്രമാത്രം ക്ഷമ ശീലിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ദുഃഖത്തെയും സന്തോഷത്തെയും, ദുഃഖത്തെയും സുഖത്തെയും സന്തോഷത്തെയും സന്താപത്തെയും ഒക്കെ നിങ്ങൾക്ക് ഒരേ ലെവലിലാക്കി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇവിടെ. അതിനുവേണ്ടി അത് സാധിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ്, ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെയുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ തുടങ്ങുന്നു. നിഷ്കളങ്കരാണ് നിങ്ങളിൽ പലരും. ഈ ഒരു കാർഡ്സിലെ അല്ലെങ്കിൽ നിങ്ങളിൽ പലരും നിഷ്കളങ്കരായ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് കാണുന്നു. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഹാങ്ഡ് മാനാണ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ, ഇവിടെ ബുദ്ധിയുള്ള ആൾക്കാരാവാം, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, സാമ്പത്തികമുള്ളവരാണ്. പക്ഷേ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയാതെ വരുന്നു, ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു. അവിടെ നിങ്ങൾക്ക് മനസ്സ് കൺഫ്യൂസ്ഡായി പോകുന്ന ഒരു അവസ്ഥ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള സാഹചര്യം കാണുന്നതായിട്ടാണ് ഇവിടെ ടെമ്പറൻസ് വന്നിരിക്കുന്നത്, ഇവിടെ ഹെർമിറ്റ് വന്നിരിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങൾ ഇതിൽ നിന്ന് മുന്നോട്ട് രക്ഷപ്പെട്ടു വരണം. അതായത് ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ സൺ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെ നിങ്ങൾ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആവാം. ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് അത് കടം കൊടുത്തപ്പോൾ അല്ലെങ്കിൽ വാങ്ങിച്ചു കൊണ്ട് പോയവർ വളരെ നല്ല സന്തോഷത്തോടും നല്ല ചിരിയോടും കൂടിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ നിങ്ങളെ സോപ്പിട്ട് ഒരുപാട് പഞ്ചാര പറഞ്ഞ് ഒരുപാട് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് പറ്റിച്ച് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അത് തിരികെ ചോദിക്കുമ്പോൾ അത്രമാത്രം സന്തോഷമൊന്നുമില്ല അവർക്ക്. അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അതിനു വേണ്ടി വിഷമിച്ച് കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്ന് വളരെ വലിയ ആഗ്രഹമുണ്ട്. കാരണം ഇങ്ങനെയുള്ള പ്രതിബദ്ധത അല്ലെങ്കിൽ ഇതൊരു വല്ലാത്തൊരു ഭാരമാണ് തലയ്ക്ക് എന്ന് കരുതിയിട്ട് ഈ ഒരു ഭാരത്തിൽ നിന്നും നിങ്ങൾക്കൊന്ന് മോചനം നേടണം, ഈ ഒരു കടബാധ്യതകൾ തീർന്നു കിട്ടണം എന്നുള്ള എനർജിയിലല്ല എങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്ത ശമ്പളം കിട്ടാനുണ്ടായിരിക്കാം. അങ്ങനെ നോക്കിയിരിക്കുന്നവർ ഉണ്ടാവാം. എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം കിട്ടാനുള്ള ഒരു എനർജി ഉണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇതിൽ നിന്ന് ഒരു മോചനം വേണമെന്ന് നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നുണ്ടാവാം. അല്ല എങ്കിൽ നിങ്ങൾ പുതിയ പ്രണയത്തിന് വേണ്ടി നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പും ആകാം. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ സണ്ണാണ് വന്നിരിക്കുന്നത്, കണ്ടല്ലേ. ഇവിടെ പലരും പ്രകാശം നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ അവസ്ഥകളിൽ നിന്നെല്ലാം നിങ്ങളൊരു മോചനം നേടാൻ പോകുന്നു. ഇവിടെ കണ്ടില്ലേ, ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. പലരുടെയും ജീവിതത്തിൽ പുതിയ പുതിയ ലവ് പ്രപ്പോസൽ, അതുപോലെ തന്നെ അത് വിവാഹത്തിൽ കലാശിക്കുന്ന, ഇവിടെ വിവാഹം നടക്കാനുള്ള സാധ്യത. എന്തെങ്കിലും നിങ്ങൾ കാത്തിരിക്കുന്ന ചിലപ്പോൾ ജോലിക്കാര്യത്തിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ വീട് വയ്ക്കാനുള്ള വെയിറ്റിംഗ് ആവാം. ഇവിടെ സാമ്പത്തികം കൊണ്ട് സാമ്പത്തികം നോക്കിയിരിക്കുന്നതിനാണ് ഒരു വീടിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കാൻ വേണ്ടി, ഭൂമി സംബന്ധമായ ഏത് കാര്യങ്ങളിലുമുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ
എന്ന് കാണുന്നുണ്ട്. അത് ദ സൺ വന്നിരിക്കുന്നു, അത് വളരെയധികം പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സംഭവം വരാൻ പോകുന്നുണ്ട്. ഇതിന് അനുകൂലമായ സാഹചര്യം നിങ്ങൾക്ക് ഒരുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ പലരും ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നാണ് കാണുന്നത്. ഇവിടെ സോറയുണ്ട്, പേഷ്യൻസ്, പ്ലേഫുൾനെസ്. അപ്പോൾ ഇവിടെ ഒരുപാട് പേർ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഒറ്റപ്പെട്ടു പോയി, ഞാൻ എൻ്റെ ലൈഫിൽ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരുമില്ല എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ. അത് വേണ്ട, അങ്ങനെ ചിന്തിക്കരുത്. ദൈവം ഉണ്ടല്ലോ, നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കൂ. യൂണിവേഴ്സ് ഉണ്ട് എനിക്ക്. പലരും പറയുമല്ലോ നമുക്ക് വാകീറിയ തമ്പുരാൻ ഇലയും കൽപ്പിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. അത് ശരിയാണ്, അതില കൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണത്? വെറുതെ ഇരുന്നാൽ ആ ഇല കിട്ടില്ല. അതിനു വേണ്ടി പരിശ്രമിക്കണം, അപ്പോൾ നിങ്ങൾക്ക് ആ ഇല കിട്ടും. അതാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ചില പദ്ധതികൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് കൂടി വേണം, നിങ്ങളുടെ കർമ്മയും കൂടി തീർന്നു വരണം, പല കാര്യങ്ങൾ ഒരുങ്ങി വരണം ഇവിടെ. അപ്പോൾ മാത്രമേ ഇത് സ്വീകരിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദുഃഖിച്ചിരിക്കേണ്ട പല കാര്യങ്ങൾക്കും ഇവിടെ ദുഃഖിച്ചിരിക്കുന്നവരുടെ എനർജി ഉണ്ട്, റിബലുണ്ട് ഇവിടെ. അത് പേഷ്യൻസ് അത്യാവശ്യമാണ്. പേഷ്യൻസ്, പ്ലേഫുൾനെസ്, അതുപോലെ ഗോയിങ് വിത്ത് ഏത് കാര്യങ്ങളിലും നിങ്ങൾ ഒഴുക്കിനനുസരിച്ച് നീങ്ങാൻ ശ്രമിക്കുക. നിങ്ങളുടെ സാഹചര്യം ഏതാണോ, വിപരീതകരമായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പതുക്കെ മുന്നോട്ട് വന്നാൽ മതി. പെട്ടെന്ന് നിങ്ങൾ എടുത്തു ചാടി ഒന്നും സാധിക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങളെ അപകടത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. കുറച്ചൊക്കെ നിങ്ങൾ തമാശ സ്വീകരിക്കേണ്ട ഇടങ്ങളിൽ തമാശയായി തന്നെ ആ കാര്യങ്ങളെ സ്വീകരിക്കണം. അതായത് ഒരുപാട് ഗൗരവം വേണ്ട കാര്യങ്ങളിൽ മാത്രം മതി ഗൗരവം. എല്ലാ കാര്യങ്ങൾക്കും ഗൗരവം പൂണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ചിലതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായ ചില കാര്യങ്ങളായിട്ട് കരുതാവുന്നതാണ് എന്ന് ഇവിടെ പറയുന്നു. കളിതമാശകൾ ആസ്വദിക്കണം. ഇവിടെ ലവേഴ്സ് തമ്മിലായാലും അല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും കുടുംബ ബന്ധങ്ങളിൽ ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് കളിതമാശകൾ ആസ്വദിക്കുക തന്നെ വേണം. അതുപോലെ വല്ലപ്പോഴും കുടുംബസഹിതം പുറത്തേക്ക് സിനിമ കാണാൻ പോകണം. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പാർക്കിലോ ബീച്ചിലോ എങ്ങനെയായാലും നിങ്ങൾക്ക് വെളിയിലേക്കൊക്കെ പോകാം. ഒന്നിച്ച് സന്തോഷിക്കാൻ വേണ്ടി പോകാം. വല്ലപ്പോഴുമൊക്കെ സന്തോഷം ആസ്വദിക്കാൻ വേണ്ടി കുടുംബസഹിതം പോകാവുന്നതാണ്. എപ്പോഴും വീട്ടിലെ മറ്റു കാര്യങ്ങളിൽ നെഗറ്റീവായ എനർജി മാത്രം മുഴുകിയിരിക്കാൻ പാടില്ല. അതുപോലെ പേഷ്യൻസ്, പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പേഷ്യൻസ് അത്യാവശ്യമാണ്. എന്തിനെങ്കിലും നിങ്ങൾ ഇപ്പോൾ പരിശ്രമിച്ചിട്ടുണ്ടോ അത് പെട്ടെന്ന് വേണം എന്നുള്ള ചിന്ത പാടില്ല. അവിടെ നിങ്ങൾക്ക് ക്ഷമയോടുകൂടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ് എന്ന് ഇവിടെ കാണും. ഇവിടെ അതുപോലെ തന്നെ അതോറിറ്റി പവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ലെറ്റിംഗ് ഗോ ആണ്. ലെറ്റിംഗ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പല കാര്യങ്ങളെ വിട്ടുകളയാം. ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെയും, സീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും വിട്ടുകളയുക. നിങ്ങളിലേക്ക് വരാനുള്ളത് നിങ്ങളിലേക്ക് വന്നു തന്നെ ഇരിക്കും, വരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പേഷ്യൻസ്, ഇവിടെ ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ക്ഷമ അത്യാവശ്യമാണ്. അങ്ങനെ ക്ഷമയുണ്ട്. ഇവിടെ ഇൻഡ്യൂഷനുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഈ ഇൻഡ്യൂഷനും ക്ഷമയും ഉണ്ട് ഇവിടെ. കാരണം ഇവിടെ ഹെർമിറ്റ് വന്നിരിക്കുന്ന ഇവിടെ പേഷ്യൻസ് വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങൾ എടുത്തിരിക്കുന്ന കാർഡ് റിലീസാണ്. അപ്പോൾ ഈ ഒരു റിലീസ് എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ എന്താണ് ഇവിടെ? പേഷ്യൻസ് വേണം. അത്യാവശ്യ കാര്യമാണ് ക്ഷമയെന്ന് പറയുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സക്സസ് വരണമെങ്കിൽ നിങ്ങൾക്കിവിടെ ക്ഷമയില്ലാതെ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പലതിൽ നിന്നും നിങ്ങൾക്ക് റിലീസ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് ഇവിടെ അത്യാവശ്യമായിട്ടും വേണ്ടത്? ക്ഷമ എന്ന ഒന്നാണ്. ഇൻഡ്യൂഷൻ വർദ്ധിപ്പിക്കണം. കണ്ടില്ലേ, പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ. അതായത് നിങ്ങളുടെ ഉള്ളിലെ ഹെർമിറ്റ് കണ്ടില്ലേ, ഹെർമിറ്റ് ഇൻഡ്യൂഷനിൽ കൂടെയാണ് മുന്നോട്ട് വരുന്നത്. ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതുപോലെ പലർക്കും ഡിസപ്ഷൻ ആൻഡ് എൻവിയാണ്. കണ്ടില്ലേ, ഇവിടെ അസൂയ നിറഞ്ഞ ദൃഷ്ടികളുണ്ട് നിങ്ങളുടെ നേർക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കൂടെ നടക്കുന്നവരോട് എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്നു പറയാൻ പാടില്ല. പല ആൾക്കാരെയും നിങ്ങളിവിടെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, ഹെർമിറ്റ് മൂഡ് വരുന്ന എപ്പോഴാണ്? പല ആൾക്കാരെയും മനസ്സിലാക്കിയിട്ട് ഭൗതികപരമായ സന്തോഷങ്ങളിൽ നിന്നും കുറച്ചൊന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇവിടെയും ഈ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് അത്യാവശ്യമാണ്. നെഗറ്റീവായിട്ടുള്ള ദൃഷ്ടി, അസൂയ നിറഞ്ഞ ദൃഷ്ടി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എനർജിയെ വളരെയധികം ബാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ പലരും ഇമോഷണൽ വിത്ഡ്രോവലാണ്.
മുൻപുണ്ടായിരുന്ന പല ദുഃഖകരമായ അവസ്ഥകളിൽ നിന്ന് ഒന്ന് വിടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെയും ഇത് തന്നെയാണ്, റിലീസും ഇത് തന്നെയാണ് പറയുന്നത്. കണ്ടില്ലേ, റിലീസ് പറയുന്നത്, പേഷ്യൻസ് എല്ലാം ഇവിടെ, ടെമ്പറൻസ്, ഇതെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെ തരണം ചെയ്ത് ഇതിനെ കളഞ്ഞ് മുന്നോട്ട് വരണം. അതുതന്നെയാണ് ആഗ്രഹം, അതുതന്നെയാണ് വേണ്ടതും. ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നല്ല ഒരു വഴിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ അതോറിറ്റി പവർ നിങ്ങൾക്ക് കൈവരുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും പതുക്കെ മുന്നോട്ട് പോകുമ്പോഴാണല്ലോ നിങ്ങൾക്കൊരു അധികാര പദവി കൈവരുന്നത്. ഇവിടെ 4 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ 5, പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്. കണ്ടില്ലേ, ഇവിടെ സാമ്പത്തികപരമായും ഭൗതികപരമായുമുള്ള ചേഞ്ചസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതോറിറ്റി പവർ നിങ്ങൾക്ക് കൈവരാൻ പോകുന്നുണ്ട്. അതോറിറ്റി പവർ എന്താണ്? അധികാര പദവി. മറ്റ് പല ആൾക്കാരും നിന്ദിച്ചിടത്ത് നിന്നും, പല ആൾക്കാരും നിങ്ങളെ മോശമായി തഴഞ്ഞിട്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു നല്ല പദവിയിലേക്ക് വരാൻ സാധിക്കുന്നു. ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈശ്വരാനുഗ്രഹം വരുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല പദവി കിട്ടുന്നത്, മറ്റുള്ളവർ ആദരിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് എന്ന് കാണുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായും ഭൗതികപരമായുമുള്ള ചേഞ്ചസ് പഴയതിനെ അപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. കിട്ടാനുള്ള പൈസ ആർക്കെങ്കിലുമൊക്കെ കിട്ടും. ധനപരമായ ഒരു നേട്ടം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അത് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെയാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇതുവരെയും നിങ്ങൾ തന്ന സപ്പോർട്ടിനെല്ലാം നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.